ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുരിങ്ങക്ക വറ്റിച്ചതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മുരിങ്ങക്കായ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ അത് ക്ലീൻ ചെയ്യൽ അതുപോലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു മസാല കൂട്ട് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഈ ഒരു സൈസിലുള്ള കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കറക്റ്റായിട്ടുള്ള പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ ഒരു കയ്യിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു കയ്യിൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ്സോളൊക്കെ വരും. കുറച്ച് അധികം ആയപ്പോഴൊന്നും സാരമില്ല. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്